സോ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനിലും നമുക്ക് അലോൺ ആയിട്ടിരിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ശ്രീകൃഷ്ണൻ ആണെങ്കിലും ബുദ്ധയാണെങ്കിലും പ്രൊഫറ്റ് മുഹമ്മദ് ആണെങ്കിലും ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിലും ഇവരെല്ലാം ഇവരുടെ ഒരു ജേർണിയിൽ പല പോയിന്റ്സിലും അലോൺ ആയിട്ടിരുന്നിട്ടുണ്ട്. അതും നമുക്കറിയാം, അവർ അലോൺ ആയിട്ടിരിക്കുന്ന ടൈമിലാണ്. ഇപ്പൊ ബുദ്ധയാണെങ്കിൽ പോലും അലോൺ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ബുദ്ധയ്ക്ക് ആ ഒരു എൻലൈറ്റ്മെന്റ് വരുന്നതും. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻലൈറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഫാൻസി ബേസ്ഡ് സംഭവമല്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പിരിച്വലി എലിവേറ്റ് ചെയ്യുക, നമ്മളെ പറ്റി നമുക്ക് കുറച്ച് അവയർനെസ് ലഭിക്കുക എന്നതാണ്. നമ്മൾ ആ ഒരു ഐസ് ക്ലോസ് ചെയ്തിരുന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഗോഡിനെ ടാപ്പ് ചെയ്യുക. നമ്മുടെ ഉള്ളിലെ ഗോഡ്, കാരണം നമ്മൾ ഔട്ടർ വേൾഡിൽ എപ്പോഴും നമ്മൾ എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഓഡിറ്ററി, പിന്നെ നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആരും ഇന്റേണൽ വേൾഡിനെ നോക്കുന്നില്ല, എല്ലാവരും ഔട്ടർ വേൾഡിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു തെറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൊസൈറ്റി പലപ്പോഴും ഇപ്പൊ കുറച്ചത് മാറുന്നുണ്ടെങ്കിൽ പോലും, എന്നാൽ പോലും നമ്മളൊന്ന് അലോൺ ആയിട്ട് കുറച്ചു നേരം ഇരിക്കുവാണെങ്കിൽ അത് കുറച്ച് അൺകൂൾ ആയിട്ടാണ് കാണുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇനീഷ്യലി തന്നെ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഗ്രേറ്റ് ആയിട്ടുള്ള ഇപ്പൊ എന്താ പറയാ, പ്രൊഫറ്റ് മുഹമ്മദ്, ബുദ്ധ, ശ്രീകൃഷ്ണ, ജീസസ് ക്രൈസ്റ്റ്, ഇവരെല്ലാവരും ഇവരുടെ ലൈഫിൽ പല പോയിന്റ് ആയിട്ട് അങ്ങനെ അലോൺ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അലോൺ ആയിട്ട് ഇരുന്ന ടൈമിൽ തന്നെയാണ് അവർക്ക് പല സ്പിരിച്വൽ ആയിട്ടുള്ള എന്താ പറയാ, അവർക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവയർനെസ് എൻഹാൻസ് ചെയ്യുക. നമുക്ക് നമ്മളെ പറ്റിയുള്ള അവയർനെസ് എൻഹാൻസ് ചെയ്യാൻ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സൂപ്പർ പവർ ആണ് അലോൺ ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നത്. അപ്പോ എന്താ പറയാ, പലപ്പോഴും സൊസൈറ്റി അതിനെ അനുകൂലമായിട്ട് കാണും. ഈ വൈറ്റ് ഷീപ്പിന്റെ ഇടയിൽ നമ്മളൊരു ബ്ലാക്ക് ഷീപ്പായി മാറുകയാണ് ആ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യൂണിവേഴ്സ് ആക്ച്വലി നമുക്ക് അസൈൻ ചെയ്യുവാണ്. അത് വളരെ പേർപ്പസ്ഫുൾ ആയിട്ടാണ് നമ്മളെ ഇങ്ങനെ ഓരോരോ നമ്മുടെ ലൈഫിലെ പോയിന്റിൽ നമുക്ക് ആ ഒരു അലോൺ ആയിട്ടുള്ള മൊമെന്റ്സ് തരുന്നത്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം, ഏതൊരു പോയിന്റിൽ നമ്മളൊരു ക്രൂഷ്യൽ സ്റ്റേജിൽ എത്തുന്ന ടൈമിൽ എപ്പോഴും നമുക്ക് ആ ഒരു അലോൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ എപ്പോഴൊക്കെ അലോൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ടോ അതിനുശേഷമാണ് ആ ഒരു എന്താ പറയുക, ഒരു ക്രൂഷ്യൽ ചേഞ്ചിന്റെ ഒരു ബിഗിനിങ് സ്റ്റാർട്ട് ആവുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അതാണ്, യൂണിവേഴ്സ് ആക്ച്വലി ഒരു റീസൺ ഉണ്ട് നമ്മളെ അലോൺ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. യൂണിവേഴ്സിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് തോന്നിക്കാണും, നമുക്ക് നമ്മളെ എന്താ പറയാ, നമ്മുടെ ആ ഒരു ഐഡിയാസ്, നമ്മുടെ ഒരു വേൾഡിനെ എന്താ പറയാ, കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബേസിക്കലി ഏറ്റവും നന്നായി നമ്മളെ അറിയുന്നത് നമ്മൾ തന്നെയാണ്. പാസ്കൽ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, all of humanity's problems stem from their ability to not sit quietly in a room alone. ഈ ഒരു കോട്ട് സിഗ്നിഫൈ ചെയ്യുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ആരും കുറച്ചു നേരം ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നേ ഇല്ല. നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ ചൈൽഡ് എപ്പോഴും ഇങ്ങനെ പ്ലേഫുൾ ആകാനും ചില്ലാകാനും അതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ എപ്പോഴും ഇപ്പോൾ ചെറുപ്പകാലത്തിൽ നമ്മൾ അലോൺ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ പറയാ, കുറച്ച് ബോറിംഗ് ആണ്, വി ഫീൽ റിജക്റ്റഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയമാണ് നമ്മൾ അഡൾട്ട് ആവുമ്പോഴും വലുതാകുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു പേടിയാണ്. നമ്മൾ അലോൺ ആയിട്ടിരിക്കുമ്പോൾ അൺകൂൾ ആവുകയാണ് എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സോഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കും. സോഷ്യലൈസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു മോശകാര്യമല്ല. പക്ഷെ എന്നാൽ പോലും ആൾക്കാർ ലിറ്ററലി ആ ഒരു ഇന്റേണൽ വേൾഡിനെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുക. ചില ആൾക്കാരുണ്ട് ലിറ്ററലി അവർ ഭയങ്കര മിസറബിൾ ആയിരിക്കും. അവർക്ക് ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കാതെ അവർക്ക് പറ്റത്തില്ല. അത്രയും ഒരു മിസറബിൾ സിറ്റുവേഷൻ. അവർക്ക് ഒറ്റയ്ക്ക് അവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കാനേ പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എത്തുന്ന പല വ്യക്തികളുണ്ട്. നമ്മൾ ആക്ച്വലി ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിലെ ഏതൊരു ഇന്ററാക്ഷൻ നമ്മൾ എടുത്താലും നമ്മൾ ഡീപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻ എ വേ വി ആർ വെയറിങ് എ സോഷ്യൽ മാസ്ക്. കാരണം എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയാ, നമ്മൾ ഫുള്ളി നമ്മളായിട്ടല്ലായിരിക്കാം പല സിറ്റുവേഷനിൽ. ഇപ്പോൾ മെജോറിറ്റി ഒരു 99% എടുത്ത് നോക്കിയാലും മേ ബി അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ. പക്ഷെ എന്നാൽ പോലും 99% ആയിട്ടുള്ള നമ്മുടെ ലൈഫിലെ ഇന്ററാക്ഷൻസും മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളൊരു സോഷ്യൽ മാസ്ക് ധരിച്ചിട്ടായിരിക്കാം നമ്മൾ സംസാരിക്കുന്നത്.
സോ അതിൽ നിന്നും ഒരു എന്താ പറയാ, അപ്പോ അത്രയും ക്രൂഷ്യലാണ് നമ്മളൊരു അലോൺ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക എന്നത്. കാരണം നമ്മളെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ട്രൂ സെൽഫ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് നമ്മൾ അലോൺ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്തേ മതിയാകും. ഇറ്റ് ഇസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കാണും, ഇപ്പോൾ ഹ്യൂമാനിറ്റിയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ജയിലിൽ അടച്ചിടുക എന്നതാണ്. കാരണം അയാൾക്ക് അയാളുടെ ആ ഒരു ഇന്റേണൽ തോട്ട്സ്, അയാളുടെ ഉള്ളിലുള്ള വേൾഡ് എന്ന് പറയുന്നത് അത്രയും ടെറിബിൾ ആയിരിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിനെ ഒരു ജയിലിൽ നമ്മൾ പൂട്ടിയിട്ട് അയാളുടെ ചിന്തകളായിട്ട് വെച്ച് കഴിഞ്ഞാൽ അയാൾ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ ഇന്നത്തെ മോസ്റ്റ് ഓഫ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥ അത് തന്നെയാണ്. അലോൺ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട്സും അതും ഇമോഷനും ഓരോ ഇമോഷണൽ ചാർജ് അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ എന്താ പറയുക, ഈ ഒരു പോർഷനിൽ ഞാൻ പറഞ്ഞ ആ കോട്ട് പോലെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അൺകൂളായിട്ട് തോന്നുന്നു. ചെറുപ്പം തൊട്ടേ ആ ഒരു സംഭവമുണ്ട്, ചൈൽഡ്ഹുഡ് തൊട്ടേ എപ്പോഴും നമ്മൾ ആ സോഷ്യലൈസ് ചെയ്യുക എന്നൊരു ഇതിലാണ് ഇരിക്കുന്നത്. റിനോൺഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് കാൾ യങ് പറഞ്ഞിട്ടുണ്ട്, ദ ഹയസ്റ്റ് ഫോം ഓഫ് സെൽഫ് ഗ്രോത്ത് ഫോർ എ ഹ്യൂമൻ ബീങ് ഇസ് ടു ബി ഇൻ സോളിറ്റ്യൂഡ് വിത്ത് ഹിം ഓർ ഹെർസെൽഫ്. സോ ബേസിക്കലി ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നമ്മൾ സോഷ്യൽ മാസ്ക് ധരിച്ച് പലതരത്തിലുള്ള എനർജി സിഗ്നേച്ചേഴ്സ് ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ സോഷ്യലി അൺകൂൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തു എന്ന് നമുക്ക് തോന്നാം. ആ പെയിനിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. സോ ആ പെയിനിനെ നമ്മൾ നമ്മൾ അലോൺ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ സെൽഫ് കൺഫ്രണ്ട് ചെയ്യുകയാണ്. നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പെയിൻ സൊസൈറ്റി അൺകൂൾ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ, നമുക്കിപ്പോൾ ആ ഒരു പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യേണ്ട, നമുക്കതിനെ കൺഫ്രണ്ട് ചെയ്യാം. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ അപ്പൊ നമ്മൾ ഗ്രോ ചെയ്യുവാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അലോ ചെയ്യുവാണ് നമ്മുടെ ഉള്ളിൽ ആ തോട്ട്സ്, ഇമോഷണൽ ചാർജ്, ആ ഒരു ഡീമൻസ് ഒക്കെ നമ്മുടെ ഇന്റേണൽ വേൾഡിലുള്ള. അപ്പോൾ നമ്മൾ അതിനെ അലോ ചെയ്യുവാണ്. അത് പറയുന്നത് നമ്മൾ കേൾക്കുവാണ്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാണ്, നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവ് എലവേറ്റ് ചെയ്യുവാണ്. വെറുതെ നമ്മൾ കേട്ടിരിക്കുവല്ല, നമ്മൾ എലവേറ്റ് ചെയ്യുവാണ്. നമുക്ക് ഹയർ ലെവൽ ഓഫ് അവയർനെസ് വരുവാണ്. നെക്സ്റ്റ് ടൈം അതേ സിറ്റുവേഷൻ വന്നാൽ നമുക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ അത് മാത്രമല്ല, ഒരു പുതിയ ചാലഞ്ച് വരുമ്പോൾ നമ്മൾ പുതിയ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുവാണ്. അലോൺ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ സെൽഫ് ഇൻട്രോസ്പെക്ട് ചെയ്യുവാണ്. നമ്മളെ പറ്റി നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നു. പിന്നെ അത് മാത്രമല്ല, വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കളക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വേൾഡ് പറയുന്ന തിങ്കിങ്, അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് ഡിറ്റാച്ച് ആവുകയാണ്. അതിൽ നിന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നില്ല. നമ്മൾ ഇന്റലക്ച്വലി വളരെ ഇൻഡിപെൻഡന്റ് ആവുകയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ജെനുവൻലി നമുക്ക് വേണ്ട ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നു നമ്മൾ സോളിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇപ്പോൾ സെൽഫ് ലവ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല എങ്കിൽ എന്ത് സെൽഫ് ലവ് ആണ് അവിടെ ഉള്ളത്? ബിക്കോസ് വി ആർ ഹാവിങ് ടൈം ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ മറ്റു വ്യക്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ സെൽഫ് ലവുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അലോൺ ആയിട്ട് ഇരിക്കുന്നില്ല എങ്കിൽ എന്ത് സെൽഫ് ലവ് ആണ് അവിടെ ഉള്ളത്? സോ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ അലോൺ ആയിട്ട് ഇരിക്കുക എന്നത് സെൽഫ് ലവിന്റെ ഒരു ഭാഗമാണ്. ഇഫ് യു ആർ നോട്ട് സിറ്റിംഗ് അലോൺ, ദാറ്റ് മീൻസ് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല, അതാണ് എൻ്റെ അർത്ഥം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു അലോൺ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല വ്യക്തികളും വളരെയധികം ഡിറ്റാച്ച്ഡ് ആണ് അവരുടെ ഇന്റേണൽ വേൾഡിൽ നിന്നും. സോ അങ്ങനെ പല എലിവേറ്റഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ അലോൺ ആയിട്ടിരിക്കാം എന്ന് മനസ്സിലാക്കാം. എല്ലാ സ്പിരിച്വൽ ആയിട്ടുള്ള മാസ്റ്റേഴ്സും, ഇപ്പൊ പ്രൊഫറ്റ് മുഹമ്മദ് ആയാലും, ബുദ്ധ ആയാലും, ശ്രീകൃഷ്ണ ആയാലും, ജീസസ് ക്രൈസ്റ്റ് ആയാലും, ഇവരെല്ലാവരും സൈലൻസ് ആയിട്ടിരിക്കുന്നത് എംബ്രേസ് ചെയ്ത ആൾക്കാരാണ്. സോ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ കാണേണ്ട ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, അലോൺ ആയിട്ടിരിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണരുത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഐസൈറ്റ് കൊണ്ട് നമ്മൾ കാണുന്നതിനെ കാട്ടി നല്ല എലവേറ്റഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്
യൂണിവേഴ്സിനുണ്ട്. യൂണിവേഴ്സ് മൈൻഡ് സൈറ്റ് വെച്ചാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഐസൈറ്റ് വെച്ച് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊരു നെഗറ്റീവ് സംഭവമാണല്ലോ, എലോൺ ആയിട്ടിരിക്കുന്ന സൊസൈറ്റിക്ക് ഇഷ്ടമല്ല, നമ്മൾ ഭയങ്കര അനുകൂലമാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ കാര്യം നമുക്ക് എലോൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് നൽകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക യൂണിവേഴ്സിന് അതിനൊരു എലിവേറ്റഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. സോ ദർ ഇസ് സംതിങ് അമേസിങ് ഇൻ ഇറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ എംബ്രേസ് ചെയ്യുക, സൈലൻസ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കുന്നത്. നമ്മൾ ടൈം ഒന്നും ഫിക്സ് ചെയ്യണ്ട, പക്ഷെ കുറച്ച് നേരം സൈലൻസ് ആയിട്ട് നമ്മൾ ഇരുന്ന് ശീലിക്കുക. ടൈമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിനെസ് കൊണ്ടുവരാതെ ഇരിക്കുക എന്നതാണ്. കാരണം നമ്മുടെ ഈഗോക്ക് ആ ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാകും, ഇത് വേഗം തീർക്കണം, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ. അപ്പോൾ ടൈം വെച്ച് കഴിഞ്ഞാലുള്ള സമയം നമ്മൾ പിന്നെ അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ബേസിക്കലി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് സൈലന്റ് ആയിട്ട് ഇരിക്കും, ദാറ്റ്സ് ഓൾ. എന്നിട്ട് എനിക്ക് ചില്ലായിട്ട് തോന്നുമ്പോൾ ഞാൻ കണ്ണ് തുറക്കും. അങ്ങനെയാണ് ഞാൻ ബേസിക്കലി അത് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ എല്ലാ പൊട്ടൻഷ്യലും യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് നമ്മളെ സെൽഫ് ഇൻട്രോസ്പെക്ട് ചെയ്യാം, സെൽഫ് പ്യൂരിഫിക്കേഷൻ ആണ്, നമ്മൾ സെൽഫ് പ്രോഗ്രാമിംഗ് ചെയ്യാം, നമ്മൾ നമ്മളെ പറ്റി എന്താ പറയുക സെൽഫ് ഡിസ്കവറി, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുവാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഇന്റേണൽ വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും അപ്പൊ അത്രയും പൊട്ടൻഷ്യലാണ്. കാരണം നമുക്കറിയാം ദ സൈലന്റ് മൈൻഡ് ഹിയേഴ്സ് ഗോഡ് ദ ലൗഡസ്റ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മുടെ ഫ്രീക്വൻസി, നമ്മുടെ എനർജി സിഗ്നേച്ചറിനെ ഒക്കെ നമുക്ക് ഹീൽ ചെയ്യാനും അതിനെപ്പറ്റി ബേസിക്കലി നമ്മൾ അവിടെ ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ എനർജി ഫ്ലോ ചെയ്യുവാണ്. ഇറ്റ് ഇസ് ബിക്കമിങ് അലൈവ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം അതാണ്, നമ്മൾ എനർജി എവിടെയാണോ കൊടുക്കുന്നത് എന്നാൽ മാത്രമാണ് ആ ഒരു പെർട്ടിക്കുലർ കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ, എന്നാൽ മാത്രമാണ് അവിടെ ലൈഫ് ഉള്ളത് തന്നെ. സോ നമ്മൾ ഇന്റേണൽ വേൾഡിന് ആ ഒരു എനർജി, ആ ഒരു അറ്റൻഷൻ കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു ലൈഫ് വരുവാണ്. ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ആണ് അവിടെ വരുന്നത്, വിച്ച് ഇസ് ഗുഡ് തിങ്. കാരണം ഇന്റേണൽ വേൾഡ് നമുക്ക് ഈ ഒരു പോയിന്റിൽ അറിയാം, ആസ് വിത്തിൻ സോ വിത്തൗട്ട് ആണ്. ഇന്റേണൽ വേൾഡ് ശരിയായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റും. സോ അലോൺ ആയിട്ടിരിക്കുക, ഇടയ്ക്കൊക്കെ അലോൺ ആയിട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. താങ്ക് യു.